അമരബ്രന്തോണിയിലാണ് നാദർഷയ്ക്കും സുഹിത്തേട്ടനും ശങ്കരേട്ടനും ജോർജ് വെട്ടിച്ചേട്ടനും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ പിന്നെ കട്ടപ്പനയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരെ എല്ലാവരും ഇപ്പോൾ പുതുതായിട്ട് ബാവക്കുണ്ട്. അദ്ദേഹം ഈ ടീമിൽ പുതിയ ആളാണെന്നുള്ളൂ. അദ്ദേഹം പ്രവാസിയാണ്. മഞ്ചാടി ക്രിയേഷൻസിൻ്റെ ബാനറിലാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഒരു ഹ്യൂമർ ജോണർ, ഫാൻറ്റസി, മാജിക്കൽ ഫാൻറ്റസി ഹ്യൂമർ ജോണറിലുള്ള ഫാമിലി സബ്ജക്റ്റാണ്. ബാക്കി സുജിത് വാസുദേവ് അമരബ്രന്തോണിക്ക് ശേഷം ഞങ്ങൾ ഒരുമിക്കുന്ന സിനിമ ഇതാണ്. അതെ, ഉറപ്പാടും ഞാനത് കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ഒരു ചിരിക്കാനുള്ള സിനിമ. അതൊക്കെ ഇവിടെ ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ചിരിക്കാനുള്ള കുറേ ദിവസങ്ങൾ ചിരിക്കാം. അതുപോലെ നിങ്ങൾക്കും തിയേറ്ററിൽ ചിരിക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നൊരു കോമ്പിനേഷനാണ്, അതും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പം നമ്മൾ പ്രേക്ഷകർ എന്താണ് പ്രതീക്ഷിക്കേണ്ട പടത്തിലൂടെ? നല്ലൊരു സിനിമയായിരിക്കും പ്രതീക്ഷ പ്രേക്ഷകർക്കല്ലേ അറിയൂ. അല്ലെങ്കിലും നമ്മൾ അമർ ആൻ്റണി കട്ടപ്പനയിലെ പ്രവേശനത്തിനൊക്കെ ശേഷം അതിനേലും വലിയ വൺ ഹിറ്റായിരിക്കും ഇത്. അത് സംശയമില്ല. കാരണം ആ ടീമാണ് ഒന്നിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. ഞങ്ങളൊരു പുതിയ നായികയെ പരിചയപ്പെടുത്തുന്നുണ്ടോ? നായികക്ക് ഒരു ഹിറ്റ് കോമ്പോയോടൊപ്പം ഒന്നിക്കുന്ന എന്താണ്? വെരി ബ്ലെസ്ഡ്. നാദർഷയുടെ മൂവിയിൽ അഭിനയിക്കാന്ന് പറയുന്നത് വളരെ ഹാപ്പിയാണ്. ആൻഡ് ഇങ്ങനൊരു ടീം, വെരി സ്ട്രോങ് ടീം. സോ എല്ലാവരും ശരിയാ കാണാം, എടുക്കണം. ഇത് ഞങ്ങളുടെ റൈറ്റർ, പുതിയ റൈറ്ററാണ് കേട്ടോ, ആകാശ് ദേവ്. ആകാശ് ദേവിൽ നിന്ന് ഞങ്ങൾ കോൺഫിഡൻസ് ഞങ്ങൾക്ക് തന്നത് ആകാശിൻ്റെ സ്ക്രിപ്റ്റാണ്. ദൈവാനുഗ്രഹിച്ച് നന്നാവും വിശ്വസിക്കുന്നു. ഈ പേര് തന്നെ വളരെ സ്ട്രൈക്കിംഗ് ആയ ഒരു പേരാണ്. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കാലത്ത് മാജിക് മഷ്റൂം എന്ന് പറയുന്നത്
മാജിക് മഷ്റൂം എന്ന് പറയുന്നതിന് ഞങ്ങൾ ഒന്ന് അത് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട് ഫ്രം കഞ്ഞിക്കുഴി. ഒന്നും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണ മാജിക് മഷ്റൂം കൊടൈക്കനാലിൽ നിന്നാണ് നമ്മൾ അല്ലേ കേട്ടിട്ടുള്ളത്. പക്ഷെ കഞ്ഞിക്കുഴിയിൽ നിന്ന് ഉള്ള മാജിക് മഷ്റൂം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സിനിമ കാണുമ്പോൾ അതെന്ത് മഷ്റൂം എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് ഇതൊരു തമാശ രീതിയിലുള്ള മഷ്റൂമാണ്, മറ്റേ മഷ്റൂം അല്ല. ഹ്യൂമർ തന്നെ ആയിരിക്കും ജോണർ, അതോ ഹ്യൂമർ ജോണറാണ്, ഫാൻറ്റസി മാജിക്കൽ ഹ്യൂമർ. റൈറ്റർ നമസ്കാരം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും. നമ്മളിത് കഞ്ഞിക്കുഴി എന്നുള്ള ഒരു മാജിക്കൽ മഷ്റൂം പരിപാടിയാണ്. ഇത് കറക്റ്റായിട്ടുള്ള മാജിക്കൽ മഷ്റൂം അല്ല, എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് കാണാം. മാജിക്കൽ റിയലിസം കൺസെപ്റ്റിൽ കഥ പറയുന്ന, ത്രൂ ഔട്ട് കഥ ഈ പറയുന്ന ഹ്യൂമർ പറയുന്ന ഒരു നല്ല ചിത്രമായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. ഇപ്പം മറ്റ് താരങ്ങൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന ആരൊക്കെയാണ്? അതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ കൂടുതലും നമ്മളുടെ ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താരങ്ങൾ കുറേ പേരുണ്ട്. എല്ലാവരുടെയും പേര് ഇപ്പോൾ ആരെങ്കിലും പേര് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകൊണ്ടല്ല വിചാരിച്ചിട്ടാണ് എല്ലാവരും പേര് പറയുന്നത്. കുറേ പേരുണ്ട്. ബാക്കിയൊക്കെ വഴിയെ ഇന്നിപ്പോൾ മാജിക്കൽ മഷ്റൂംസ് ഫ്രം കഞ്ഞിക്കുഴി, അതാണ് നമ്മുടെ ടൈറ്റിൽ. ഞങ്ങൾ തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടാവും. താങ്ക് യു. കട്ടപ്പന ഋതിക് റോഷന് ശേഷം അതേ കോംബോയ്ക്കൊപ്പം വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. അപ്പം ഇത്തവണത്തെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഈ സിനിമയിൽ? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കട്ടപ്പന നല്ല രസമല്ലായിരുന്നു. കട്ടപ്പനയിൽ ചെയ്യേണ്ട ഡയലോഗ് ഇപ്പോഴും ട്രെൻഡിങ് ആണ്. ഇപ്പോഴും പലരും ട്രോളുകളിലൊക്കെ ആണെങ്കിലും വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അപ്പം അത്തരത്തിൽ വീണ്ടും ഒരു നല്ലൊരു കഥാപാത്രം ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിനകത്ത് കട്ടപ്പനയിലും കുറച്ച് വലിയ റോളാണ്. വലിയ റോളെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കട്ടപ്പനയിലെ പോലെ രതീഷ്, അതുപോലെ തന്നെ കട്ടപ്പന നീയാളാവേ ആ ടൈപ്പ് ഒരു സംഭവമല്ല. ഇതിനകത്ത് ആളുടെ ഈ നായകൻ്റെ അച്ഛനാണ് വിഷ്ണുവിൻ്റെ. അപ്പോൾ ഇച്ചിരി സീരിയസ് സംഭവമൊക്കെ ആയിട്ടാണ് പറഞ്ഞത്. എന്തോ അങ്ങനത്തുള്ള സംഭവങ്ങളല്ല, കോമഡി മാത്രമല്ല. കുറച്ച് കോമഡി എൻ്റെ ഭാഗത്ത് കോമഡി വരാൻ സാധ്യത ഇല്ലെന്നാണ് ഉള്ള ഒരു അറിയിപ്പാണ് കിട്ടിയത്. ഇച്ചിരി സീരിയസ് ഒരാളായിട്ടാണ്. അതെന്തായിരിക്കും? പക്ഷെ നമുക്കിപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ റോള് പ്രതീക്ഷിക്കാം. അല്ല, ഈ കട്ടപ്പനയുടെ സമയത്ത് അങ്ങനെ ഇല്ലായിരുന്നു. ആ സിനിമ കഴിച്ചിട്ടില്ലേ പിന്നെ വേറെ സൗണ്ടൊക്കെ മാറിപ്പോയി. മൊത്തത്തിൽ ഭയങ്കര ദുഃഖമൊക്കെ ആയിട്ട് അഭിനയിച്ച പടങ്ങൾ പിന്നെയല്ല വന്നെ. ചിലപ്പോൾ അത് എഴുതിയായിരിക്കും പിന്നെ എഴുതിയ ആൾക്കാരെ അതായിരിക്കും. എങ്ങനെ ഗംഭീരമാകാൻ വഴിയുണ്ടോ അല്ലേ? നിങ്ങളുടെയൊക്കെ ആ ഒരു സഹകരണവും തീർച്ചയായിട്ടും. പിന്നെ തമ്പുരാൻ്റെ കയ്യിലില്ല എല്ലാം. ഒരു സിനിമ ഇപ്പോൾ കണ്ടില്ല, പൂജ കാര്യങ്ങളൊക്കെ നടത്തി അല്ലേ? ഈ പൂജ നടത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ പൂജ നടത്തി അവിടേക്ക് ആ പൂജ അങ്ങോട്ട് അല്ലോ. അവിടെയോ ഈ നിൽക്കുന്ന എവിടെയെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന എന്തെങ്കിലും ഉണ്ടോ? ആരുമില്ല. മനുഷ്യരുണ്ട്. അപ്പം മനുഷ്യരുടെ സഹായം എല്ലാം ഉണ്ടെങ്കിൽ നമ്മളിത് വിജയിപ്പിച്ചെടുക്കും. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്.